കനകോലുവാണ് വളരെ സജീവമായി ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് UDF-നകത്ത് വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ മെനയുന്നത് എന്നത് വളരെ കൃത്യമായി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. അതിലൂടെയാണ് ഈ വിവാദങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തലമുണ്ടാകട്ടെ. ആ രൂപത്തിൽ വന്നൊരു പാറ്റേണിൽ കണ്ട ഒരു സാധനമാണ് ഇപ്പോൾ വല്ലാതെ പൊളിഞ്ഞുപോയത്. സഭയുടെ സമ്മർദ്ദം, അതുപോലെ എന്താ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, അപ്പോൾ LDF-ലെ ഈ മുന്നണി ഈ പാർട്ടിക്ക് ഒരു വലിയ ചാഞ്ചാട്ടം, ആ രീതിയിൽ വാർത്തകൾ വരുന്നു, അതിനോടനുസൃതമായി നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, മെല്ലെ മെല്ലെ അതിങ്ങനെ പോകുന്നു. പക്ഷേ ജോസ് കെ മാണി ഇന്ന് അഭിപ്രായം വളരെ ശക്തമായി പറഞ്ഞതോടുകൂടിയാണ് അതിന് കർട്ടൻ വീണത്. ഞാൻ പറയാൻ വന്നത്, ഈ മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നില സൃഷ്ടിക്കുക എന്ന ഒരു പരിശ്രമമാണോ, എന്നൊരു രീതിയാണോ, എന്ന ഒരു ശ്രമമാണോ ഇവിടെ പരാജയപ്പെട്ടത്? ചേർത്ത് ഈ പൊതുവേ മാധ്യമപ്രവർത്തകരോട് വേണ്ടതിനും വേണ്ടാത്തതിനും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളല്ല ജോസ് കെ മാണി. അല്പം അകലം പാലിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. വളരെ നേരത്തെ തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. എന്തെങ്കിലും വാർത്ത ചോർത്തി കൊടുക്കാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കാറില്ല. കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തൻ്റെ നിലപാടുകൾ സത്യസന്ധമായിട്ട് പറയാൻ കഴിവതും ശ്രമിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒരു വാർത്ത കൊണ്ട് തീരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. സ്പെക്കുലേറ്റീവായ പൊളിറ്റിക്കൽ ന്യൂസ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അല്ലാത്തപ്പോഴും ഒക്കെ ധാരാളം പരിശ്രമം നടന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. കേരള കോൺഗ്രസിൻ്റെ ശക്തി ചെറുതാക്കി കാണാനും ജോസ് കെ മാണിയുടെ ക്രെഡിബിലിറ്റി തകർക്കാനുമുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളത് സത്യമാണ്. ജോസ് കെ മാണിയുടെ വ്യക്തിപരമായിട്ട് ജോസ് കെ മാണിയുടെ ക്രെഡിബിലിറ്റിയെ തകർക്കാൻ ഒരു ശ്രമം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏത് കേന്ദ്രങ്ങളാണ് അതിനകത്ത് വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാനുള്ള കൺവിൻസിങ് ആയ പ്രൂഫ് എൻ്റെ കയ്യിലില്ല. എങ്കിലും ആ ഒരു ടാർഗറ്റിംഗ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇതേ ആരോപണ മുനകൾ KM മാണിയുടെ നേർക്കും ഇതേപോലെ തന്നെ 80കളിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം ആ പാർട്ടി പിന്നെ ഘടകകക്ഷിയായിരുന്നു. ആ നായനാർ മന്ത്രിസഭയുടെ കാലം മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം KM മാണി എഴുതിയൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ മുന്നണിയിൽ ചേർന്നത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഈ മന്ത്രിസഭ വിട്ടുപോയെങ്കിലും ആ പരീക്ഷണത്തെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് അന്ന് KM മാണി എഴുതിയ നിരീക്ഷണം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം KM മാണിയുടെ ഇടത് ബാന്ധവത്തെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ഒരുപാട് അന്ന് വിഷ്വൽ മീഡിയ ഇല്ലല്ലോ, പ്രിൻ്റ് മീഡിയയിൽ അന്ന് അദ്ദേഹം വളരെ വിമർശനത്തിന് വിധേയനായിരുന്നു. KM മാണിയുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ നടത്തിയ ആ ശ്രമത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് അത് ജോസ് കെ മാണിയിൽ എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ രണ്ട് നേതാക്കളെയും ഒരേപോലെ അവരെല്ലാം ഈ സഭ പറയുന്നത് കേട്ട് പിന്നെ മൂവ് ചെയ്യുന്ന നിലപാടുകളില്ലാത്ത ബിഷപ്പുമാരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ കാണുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമുണ്ട്. അതെന്തുകൊണ്ടോ പലപ്പോഴും ഈ രണ്ടു പേർക്കാണ്. ഇപ്പോൾ PJ ജോസഫിനെതിരെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അറ്റാക്കില്ല. അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് ചെയ്തത് മറ്റ് ചില വിഷയങ്ങളിലായിരുന്നല്ലോ. ഇത്തരത്തിൽ PJ ജോസഫ് ഒരു പിന്നെ എന്നാൽ ബിഷപ്പുമാരുമായിട്ട് സഭാ നേതൃത്വമായിട്ട് ബന്ധമുള്ള എത്രയോ മറ്റ് നേതാക്കളുണ്ട്. ഈ ആളുകൾ മാത്രമാണ്. എനിക്കൊന്ന് കഴിവതും ഏറ്റവും കുറച്ച് ഈ അരമനകൾ സന്ദർശിക്കുന്ന ആളുകളിൽ ഒന്ന് ജോസ് കെ മാണിയാണ്. അല്ല, ഈ അടുത്ത കാലത്ത് ഒരു നേതാവ് ഔദ്യോഗിക വാഹനമൊക്കെ മാറ്റിവെച്ച് സഭാസ്ഥാനത്തേക്ക് പോയ ഒരു വാർത്തയും സമീപ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നല്ലോ. മാത്യു, ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാൻ ഈ കമ്പയർ ചെയ്ത് പറയുകയാണ്, ഈ സഭകളുടെ ഒരു വിധേയത്വമാണ് കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത് ശരിയല്ല. അത് ഇടത്തരക്കാരായ മധ്യവർഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നു. ഇപ്പോഴും ഇന്ന് കേരള കോൺഗ്രസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അത് എല്ലാവർക്കും ബോധ്യമുണ്ട്. അത് UDF-നും അറിയാം, LDF-നും അറിയാം. ആ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഈ കേരള കോൺഗ്രസ് മെയിൻ ഡിസ്കഷൻ പോയിൻ്റായി വരുന്നത്. KM മാണി ഒരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങൾ സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ്, ഒരു പെൺകുട്ടിയെ പോലെയാണ് കേരള കോൺഗ്രസ്. അദ്ദേഹം നിയമസഭയിൽ തന്നെ ആ ഉദാഹരണം പറഞ്ഞല്ലോ. വഴിയെ പോകുന്നവർക്കൊക്കെ ഒരു അട്രാക്ഷൻ തോന്നും, അതുകൊണ്ട് എല്ലാ മുന്നണികളും ഞങ്ങളെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ആലങ്കാരികമായിട്ട് പറഞ്ഞു. ജോസ് കെ മാണി പറഞ്ഞ ഞങ്ങളെ ഓർത്ത് ഏതായാലും അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളാരും കരയണ്ട എന്നാണ് പറഞ്ഞത്. അത് നല്ലതാണ്. KM മാണിയുടെ ആ ഉദാഹരണത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറി ഒരു ബിബ്ലിക്കൽ കോട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു വളരെ പ്രസക്തമാണ്. അത് ഇന്നത്തെ കണ്ടംപററി സമകാലീന രാഷ്ട്രീയത്തിന്
ജോസ് കെ മാണി കൊടുത്ത നല്ലൊരു സൗമ്യമായ കാവ്യാത്മകമായ ആഘാതമാണ് ശരി, ആ കോട്ട്.